അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. എൻ്റെ പേര് മുഹമ്മദ് ബജാലാണ്. എൻ്റെ ചോദ്യം, നേർച്ചകൾ ഇസ്ലാമിൽ അനുവാദനീയമല്ലല്ലോ ആണല്ലോ. നാട്ടിൽ നടക്കുന്ന നേർച്ചയ്ക്ക് ഇതിന് വല്ലവും ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. ഇസ്ലാമിലെ നേർച്ചയും നാട്ടിൽ നടക്കുന്ന നേർച്ചയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. ഹംസ ഷാക്കിർ അൽ ഹിക്കമി മറുപടി പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ ശ്രദ്ധ അർഹിക്കുന്നതായ ഒരു ചോദ്യമാണ് ചോദിക്കപ്പെട്ടിട്ടുള്ളത്. നേർച്ച എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സുകളിലേക്ക് പല ചിത്രങ്ങളും പൊതുവെ ഓടി വരാറുണ്ട്. ആ ഒരു ഏതാനും ചിത്രങ്ങളിലേക്ക് നമുക്കൊന്നും എന്ത് ചെയ്യാം, ആദ്യം കടക്കാം, എന്നിട്ട് വിഷയം പറയുന്നതാണ് നല്ലത്. പൊടിവിൽക്കാൻ പോകേണ്ട പൊടിവിൽക്കാൻ 8 ലക്ഷം വേണം, 12 ലക്ഷം വേണപ്പം കുഞ്ഞാളുകളുടെ പേപ്പറിന് സൗദിയാറ് പോയി കണ്ട് നമ്മളുടെ ഇതെന്താണ്? ഇത് കാലപ്പം. കാലപ്പം ഈ കാലിന് നെയ്യത്താക്കണം, ഈ കാല് വേദനക്കൊക്കെ നെയ്യത്താക്കണം കാലപ്പം. ഇത് കണ്ണപ്പം.
ഇത് കണ്ണ് വേദനക്കൊക്കെ നെയ്യത്താക്കണം കണ്ണപ്പം. ഇത് നാക്ക് ചെറിയ ഉണ്ടായി ഈ നാക്കപ്പം നെയ്യത്താക്കും. പിന്നെ ഇത് കയ്യപ്പം, കൈക്ക് സുക്കുന്ന കയ്യപ്പം നെയ്യത്താക്കും. ഇത് കുട്ടിയാക്കി ഈ ഇര തൂർന്നതിന് പാമ്പനപ്പം. ഈ ഇരക്കും വേണ്ടി നെയ്യത്താക്കണം. ഈ ഇര ഈ കുട്ടികളെ ഈ പാമ്പുണ്ടാവില്ലോ ഇര തൂർന്ന് ഇരക്ക് അതിന് നെയ്യത്താക്കണം ആ പാമ്പനപ്പം. പിന്നെ ഈ കുരു കെടുമ്പപ്പം അറിയും. കെടുമ്പിനൊക്കെ കൈക്ക് കെടുമ്പൊക്കെ ഉണ്ടാകുമല്ലോ ആ കെടുമ്പപ്പം. ഇത് ആണിയപ്പം. ഈ കാലിനുണ്ടാവും ആണി. ഈ ആണിൻ്റെ ആണി രോഗം അതിന് നെയ്യത്താക്കണം. ഇത് പിന്നെ ഇത് പല്ലപ്പം. ഈ പല്ലൊക്കെ വേദനയൊക്കെ നെയ്യത്താക്കണം. ഇത് കുരുവപ്പം. കൈക്ക് കുരുവൊക്കെ വന്നാൽ ഇത് വലിയ ചൊറിയൊക്കെ ഉണ്ടാകും. കൈക്ക് ചൊറി വരുമല്ലോ കുക്കളിലൊക്കെ ചൊറി വരണ ഈ ചൊറിയപ്പം. ഒരു മനുഷ്യന്റെ എല്ലാ അവയവങ്ങളാണ് ഈ അപ്പങ്ങളാണ്. ഇതിനൊന്നും മധുരം ഉണ്ടാവില്ല. മനുഷ്യന്റെ എല്ലാ അവയവങ്ങളുള്ള അപ്പങ്ങളാണ് അത് വെക്കുക. എല്ലാ രോഗത്തിനും ഒരു കാലിന് സുക്കടങ്ങിയത്താക്കും കാലപ്പം ഉണ്ടാവും, കൈക്ക് സുഖം ഉണ്ടാവും. ഈ കയ്യപ്പം വാങ്ങും. പിന്നെ ഈ കുരുന്ന് കൈക്ക് കുരുണ്ടെങ്കിൽ കുരുപ്പം കൊടുക്കും. തൊണ്ടൻ്റെ വേദനക്കൊക്കെ വരണതിന് നെയ്യത്താക്കും. അതാണ് കോയിലപ്പം എന്ന് പറഞ്ഞത്. തലവേദനയൊക്കെ വരും. തലേൻ്റെ വേദന തലവേദനയൊക്കെ വരും. അതിന് നെയ്യത്താക്കുന്നത് കലപ്പം എന്ന് പറയും. കലപ്പം അതൊക്കെ മനസ്സിൻ്റെ എല്ലാ ഉപയോഗങ്ങളും ഉണ്ടാവും. മുഴ എങ്ങനെ ഈ മുഴ ഉണ്ടാവും. നമ്മളെ കൈക്ക് പടലിലൊക്കെ ഈ പള്ളൻ്റെ അകത്തുള്ള മുഴ ഉണ്ടാവും. ഈ പള്ളൻ്റെ അകത്തുള്ള മുഴക്കും നെയ്യത്താക്കുന്നതാണ്. അതിന് ഇതൊരു മാറുന്നുണ്ട്. അതിനാണുള്ള ഒരു വിശ്വാസമാണ് മനസ്സിൻ്റെ എല്ലാ വിഷയവും. ഈ പളങ്കിൻ്റെ പളങ്കിൻ്റെ സാധനം ഇതിപ്പോ എല്ലാ കച്ചവടക്കാരെടുത്തും ഇതന്നെ ഇതേ രൂപമാണ്. എങ്ങനെ അതിന്റെ ഇതെങ്ങനെ കണക്കാക്കി? ഇത് മനുഷ്യന്റെ എല്ലാ ഉപയോഗങ്ങളാണ്. ഈ കാലപ്പം വേണമെന്നുകൊണ്ട് കാലപ്പം ഉണ്ടാവും, കയ്യപ്പം ഉണ്ടാവും, കണ്ണപ്പം ഉണ്ടാവും. മനുഷ്യന്റെ എല്ലാ ഉപയോഗങ്ങളും ഉണ്ടാവും. കണ്ണ്, മൂക്ക്, പല്ല്, ചൂട്, ചൂടപ്പം, കല്ലപ്പം. ഇതുണ്ടല്ലോ വെള്ളരി, ഉപ്പ്, ഇതൊക്കെ ഈ പാണ്ഡുരോഗം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാകും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നേർച്ചകൾ നമ്മളെ മുമ്പിലേക്ക് മനസ്സിലേക്ക് ഓടി വരാറുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചൊന്ന് പട്ടാമ്പി നേർച്ച, അതുപോലെ തന്നെ അപ്പവാണിഭ നേർച്ച, അങ്ങനെ പലതരം നേർച്ചകൾ പൊതുവെ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പൊ പഞ്ചസാര നേർച്ച നൽകുന്ന സ്ഥലങ്ങളുണ്ട്, അരിഭക്ഷണം നേർച്ച എന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ അവയവങ്ങളുടെ രൂപത്തിൽ അപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് നേർച്ച ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങളാണ് പൊതുവെ നേർച്ച എന്ന് പറയുമ്പോൾ പല ആളുകളുടെ മനസ്സിലേക്കും ഓടി വരാറുള്ളത്. ഇവിടെ എന്താണ് ഇസ്ലാമികപരമായി ശരിക്കും നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതൊക്കെ ഒന്ന് വിശദമായി മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ ഒരു യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമാവുകയുള്ളൂ എന്നതാണ് ആമുഖമായി മനസ്സിലാക്കാനുള്ളത്. അതിൽ ആമുഖമായ ഒരു പോയിന്റ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇത്തരം നേർച്ചകൾക്ക് ഇസ്ലാമികമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്? അവിടെ ഈ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നേർച്ച എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായി എന്താണ് പൊതുവെ ഇസ്ലാമിൽ നേർച്ചയായി നിർവചനമായിട്ടൊക്കെ പഠിപ്പിക്കപ്പെട്ടത് എന്നാൽ, വ്യക്തിപരമായി നിർബന്ധമില്ലാത്ത ഒരു ആരാധനയെ സ്വന്തം ബാധ്യതയാക്കുക എന്നതാണ് നേർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് നിർബന്ധമാക്കി പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത പല ഇബാദത്തുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച നോമ്പ്, അതൊരു ഇബാദത്താണ്, പക്ഷെ സുന്നത്താണ്. ഇത്തരം നോമ്പുകളെ ഞാൻ നേർച്ചയാക്കുന്നു എന്ന് സ്വമേധയാ ഏറ്റെടുക്കുക. ഇതോടുകൂടിയിട്ട് എന്താണ് അവന്റെ ജീവിതത്തിൽ ബാക്കി സംഭവിക്കാൻ പോകുന്നത്? അവനെ സംബന്ധിച്ചിടത്തോളം ആ ഇബാദത്ത് ജീവിതകാലം മുഴുവനും ചെയ്യൽ നിർബന്ധമായി മാറുക. അതായത് നിർബന്ധമല്ലാത്ത ഒരു ആരാധനാ കർമ്മത്തെ പൊതുവെ സ്വന്തത്തിന് നിർബന്ധമാക്കുക എന്നതാണ് നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചുരുക്കം. അടിസ്ഥാനപരമായി മൊത്തത്തിൽ നേർച്ചയുമായി ബന്ധപ്പെടുത്തിയ പ്രമാണങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ
മൊത്തത്തിൽ അതിനെ നിരുത്സാഹപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുക. നേർച്ച എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഇബാദത്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു യൂഫൂന ബിൻ നദ്ർ, നേർച്ച പൂർത്തീകരിക്കുന്നവരാണ് അവർ എന്ന് മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് പ്രമാണങ്ങളിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹ് ഒരു കാര്യത്തെ പുകഴ്ത്തി കഴിഞ്ഞാൽ അത് ഇബാദത്താണ് എന്ന് നമ്മൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും നേർച്ച നേർന്നാൽ അത് പൂർത്തീകരിക്കലും വീട്ടലും ഇബാദത്താണ് എന്നത് ഒരു അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കണം. അതേ സമയത്ത് തന്നെ നേർച്ചയുടെ പൊതു പ്രമാണങ്ങളുടെ ഒരു വചനങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നേർച്ചയെ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തൻദുറു ഫഇന്ന النذر لا يغني من القدر شيئا وانما يستخرج به من البخيل. നിങ്ങൾ നേർച്ച നേരരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. ഫഇന്ന النذر لا يغني من القدر شيئا, അത് ഖദറിൽ നിന്ന് ഒന്നും തന്നെ കൊണ്ടുവരുമില്ല. അത് പിശുക്കന്റെ പിശുക്കിൽ നിന്ന് ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നത് മാത്രമാണ് നേർച്ച കൊണ്ടുള്ള ഒരു മെച്ചമെന്നാണ് പഠിപ്പിച്ചത്. അപ്പൊ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഓരോ പോയിന്റുകളായി എടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒന്ന് നേർച്ച നേരരുത് എന്ന് പറയാണ്, അതേ സമയത്ത് നേർച്ച പൂർത്തീകരിക്കുക എന്നത് ഇബാദത്തിന്റെ വശത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ നേർച്ച കൊണ്ട് നേരരുത് എന്ന് പറഞ്ഞ നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ന് നമ്മുടെ നാടുകളിൽ പൊതുവെ കണ്ടുവരാറുള്ള നേർച്ചകളാണ് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ആ അസുഖങ്ങൾക്ക് ശമനം ലഭിക്കാൻ വേണ്ടിയിട്ട് നേർച്ച നേരുന്ന രീതികൾ. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ഏതെങ്കിലും ആവശ്യ നിർവഹണങ്ങൾക്ക് വേണ്ടി നേർച്ച ചേരുന്ന രീതി പൊതുവെ ഉണ്ട്. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ നേർച്ച നേരരുത്. ലാ യുഗ്നി മിനൽ ഖദ്രി ശൈആ, അത് ഖദറിൽ നിന്ന് ഒന്നും തന്നെ മാറ്റുകയില്ല എന്നാ പറഞ്ഞത്. ഇവിടെ പഠിപ്പിക്കുന്ന വലിയൊരു അടിസ്ഥാനമുണ്ട്. നേർച്ച എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ഉപകാരത്തെ കൊണ്ടുവരാനോ ഒരു ഉപദ്രവത്തെ തടയാനോ ഉള്ള കാരണമായി നിശ്ചയിച്ചു തന്നിട്ടില്ല. പല വിഷയങ്ങളും അള്ളാഹു പല കാര്യങ്ങൾക്കും കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കണം, സ്വാഭാവികമായിട്ട് അള്ളാഹ് നിശ്ചയിച്ച കാര്യകാരണ ബന്ധങ്ങളാണ്. ഇതേപോലെ ഒരു പ്രയാസത്തെ നീക്കാനോ ഒരു ഉപകാരത്തെ കൊണ്ടുവരാനോ നേർച്ച എന്ന് പറയുന്നതിനെ ഒരു സബബായി കാരണമായി അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ പാപമോചനം ചെയ്താൽ ചില കാര്യങ്ങൾ ലഭിക്കുമെന്ന് നമുക്കറിയാം, തൗബകൾ നടത്തിയാൽ ചില കാര്യങ്ങൾ ലഭിക്കും, അങ്ങനെ ഇബാദത്തുകൾ ചെയ്താൽ ചില ഉപകാരങ്ങൾ ലഭിക്കും. ഇതൊക്കെ പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷെ അതുപോലെ ഇന്ന നേർച്ച ചെയ്താൽ ഇന്ന ഉപകാരം ലഭിക്കുമെന്ന് ഒരു പ്രമാണങ്ങളിലും കാണാൻ സാധിക്കൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന നദ്റ ലാ യുഗ്നി മിനൽ ഖദരി ശൈആ, ഖദറിൽ നിന്ന് ഒരു മാറ്റവും നേർച്ച കൊണ്ടുണ്ടാവൂല. നമ്മുടെ നാട്ടിൽ എന്താ കാണുന്നത്? ഓരോ കാര്യങ്ങൾക്ക് ശിഫ ലഭിക്കാനോ അല്ലെങ്കിൽ മക്കൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ മാറാനോ ഒക്കത്തിനും നേർച്ചയാണ്. എന്നാൽ ഖദറിൽ ഒരു മാറ്റത്തിനും സബബായി അള്ളാഹ് നേർച്ചയെ നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതൊരു പിശുക്കന്റെ പിശുക്ക് കുറച്ച് സമ്പാദ്യം പുറത്തു കൊണ്ടുവരും. അതെല്ലാം എന്നുണ്ടെങ്കിൽ മറ്റു വിശദീകരണങ്ങൾക്ക് പ്രകാരം ഇബാദത്തുകളിൽ കുറവ് വരുത്തുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ പോലെ ആ പിശുക്കൊന്ന് മാറാൻ പറ്റുമെന്നതല്ലാതെ നേർച്ച കൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരവും ഇല്ല എന്നാണ് അടിസ്ഥാനമായി പഠിപ്പിച്ചത്. അപ്പൊ മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ നേർച്ച എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് അല്ലാത്തവർക്ക് നൽകിയാൽ അത് ശിർക്കാണ്. അപ്പൊ എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട വല്ലതും അല്ലാത്തവർക്ക് വെച്ചു കൊടുക്കുന്നതാണ് ശിർക്ക്. നേർച്ചയാകുന്നത് ഇബാദത്താണ്, അള്ളാന്റെ മാത്രം അവകാശത്തിൽപ്പെട്ടതാ. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ലാത്തവർക്ക് വെച്ചു കൊടുത്താൽ, നേർച്ച മറ്റുള്ളവർക്ക് നേർന്നാൽ, മമ്പുറം തങ്ങളുടെ പേരിൽ നേർന്നാൽ, അതുപോലെ തന്നെ ഉള്ളാൾ തങ്ങളുടെ നേരിൽ നേർന്നാൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഏത് ഉദാഹരണങ്ങൾ എടുത്തു നോക്കുക, ഇതൊക്കെ ശിർക്കിന്റെ പരിധിയിൽ വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് അടിസ്ഥാനമായി നേർച്ചയുടെ വിധിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഒരു നിർബന്ധമായി അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു ആരാധനാ കർമ്മത്തെ സ്വന്തത്തിന് നിർബന്ധാക്കുക. ഇത് സ്വന്തത്തിന് പ്രയാസത്തെ ഒരു ഏൽക്കലാണ്. അതുകൊണ്ടാണ് പ്രമാണത്തിൽ മൊത്തത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നേർച്ച നേരരുത് എന്നൊക്കെ പറഞ്ഞതിന്റെ ചുരുക്കമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വിഷയം ഇതാണ്. ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട നേർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അതേ സമയത്ത് നമുക്ക് ഇവിടെ സമസ്ത വിഭാഗം മൊത്തത്തിൽ പരിചയപ്പെടുത്തുന്ന നേർച്ച എന്താണെന്ന് നോക്കാം. ഇത് എൻ്റെ കയ്യിലുള്ള റിസാല പതിപ്പാണ്, ഇസ്ലാമിക പതിപ്പ് എന്ന് പറഞ്ഞൊരിതാണ്. കാന്തപുര AP അബൂബക്കർ മുസ്ലിയാർക്ക് അഭിമുഖം നൽകിയിട്ടുള്ള ഒരു പതിപ്പ്. അതിൽ ആണ്ടു നേർച്ച എന്ന വിഷയത്തെ MP മുഹമ്മദ് ഫൈസൽ അഹ്സനി കൊടുക്കുന്ന നിർവചനമുണ്ട്. ഈ നിർവചനം എന്തിനാ വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേർച്ചയുടെ വിശദമായ വിവരങ്ങൾ പറഞ്ഞല്ലോ, ഇതുമായിട്ട് ഇതിന് എന്ത് ബന്ധമാണെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക, എന്താണ് നേർച്ചന്റെ നിർവചനമായി കൊടുത്തത്? മഹാന്മാരുടെ ഖബറുകളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ അവരുടെ നിര്യാണത്തോടനുബന്ധിച്ച് കൊല്ലം തോറും നടന്നു വരുന്ന
അനുസ്മരണ ചടങ്ങുകൾക്കാണ് ആണ്ടുനേർച്ച എന്ന് മുസ്ലിമീങ്ങൾ പറയുന്നത്. ഒന്നും കൂടി ശ്രദ്ധിക്കുക. മഹാന്മാരുടെ നിര്യാണവുമായി ബന്ധപ്പെടുത്തി കൊല്ലം തോറും നടന്നു വരുന്ന അനുസ്മരണ ചടങ്ങുകൾക്കാണ് നേർച്ച എന്ന് പറയുന്നത്. ഇനി ആലോചിച്ചു നോക്കി, ഇസ്ലാമികപരമായിട്ട് ഈ പഠിപ്പിക്കപ്പെട്ട നേർച്ചയും ഈ നിർവചനമായി ഇവർ പഠിപ്പിച്ച നേർച്ചയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കേണ്ട വിഷയം. ഇതാണ് നമ്മുടെ നാട്ടിൽ പല കോലത്തിൽ പല വേഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ജാറങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടും പല അനാചാരങ്ങളും നടക്കുന്നുണ്ട്. ആ അനാചാരങ്ങളാണ് എന്ന വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ മൗലവിമാർ സംസാരിച്ചാലോ ഇത് തെറ്റാണ്, ഇന്ന വിഷയങ്ങൾ അനാചാരങ്ങളാണ്, ഇത് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട നേർച്ചല്ല എന്നൊക്കെ സൂചിപ്പിച്ചാലോ അവർ പല ന്യായങ്ങളും പറയും. അങ്ങനെ ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ ചില ന്യായങ്ങൾ പറയും. അതൊന്ന് കേട്ടോക്കി, പേരോട് ഉസ്താദിനെ പറഞ്ഞ വാചകം ഒന്ന് കേട്ടോക്കി. അതാ എന്റെ പ്രസംഗത്തിൽ ഞാൻ എവിടെയും പറയുന്ന ഒരു സംഗതിയാണ്, ഈ മക്ബറകളിൽ നടക്കുന്ന അനാചാരം. കുറെ വേണ്ടാത്ത മുട്ടും ഹറാമായ മുട്ടും പാട്ടും, അതുപോലെ തന്നെ കുറെ വാദ്യമേളങ്ങളും ഗാനമേളകളും നൃത്തങ്ങളും തോന്നിവാസങ്ങളും മക്ബറകളിൽ നടത്തുന്നതിനെ ഞാൻ എത്ര പ്രസംഗം നടത്തി. തിരൂരിൽ വെച്ച് പ്രസംഗിച്ച് അൽഹംദുലില്ലാ മാറ്റിച്ചു, പല സ്ഥലങ്ങളിലും മാറ്റിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അക്കൂട്ടത്തിൽ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ MA ഉസ്താദിന്റെ വളരെ കാലം മുമ്പുള്ള ഒരു ലേഖനം എടുത്ത് വായിച്ചു. അതിൽ പഴയ ഒരു ലേഖനമാണ്. അതിൽ അനാചാരത്തിന്, മഖബറയിലെ അനാചാരത്തിനെതിരാണ്. അവിടെ മസാർ എന്ന സ്ഥലത്ത് ഞാൻ മറ്റാരിന്ന് വായിച്ചു പോയി വലിയൊരു സബീൽ മുമിക്കാത്ത് പറഞ്ഞത്, വളരെ പഴയൊരു സാധനം, വായിക്കാൻ കിട്ടാത്തൊരു സാധനം. ആ സാധനം വായിക്കുമ്പോൾ എന്റെ മസാർ എന്നുള്ള സ്ഥലത്ത് മറ്റാരിന്ന് വായിച്ചു പോയത് വലിയൊരു തെറ്റായി പോയി പോയി. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇത്രയും കൂടുതൽ ഖബറിന്റെ അടുക്കൽ മഖബറകളിൽ അജ്മീറിലും നാഹൂറിലും അതുപോലെ അതേ ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ ഏർവാടിയിലും പല സ്ഥലങ്ങളിലും നൂറുകണക്കിന് അനാചാരം നടക്കുന്നുണ്ട്. പലരും പോയി സുജൂദ് ചെയ്യുന്നുണ്ട്, പലരും തോന്നിവാസം ചെയ്യുന്നുണ്ട്. അതിനെതിരെ ശക്തിയായി പ്രസംഗിക്കുന്ന എന്നെ ഗണ്ണിക്കാൻ വന്ന മൗലവി ഇവിടെ ചെയ്ത തോന്നിവാസമാണ് ഞാൻ പറയുന്നത്. കുറെ മഖബറകളിൽ നടക്കുന്ന ശറഇൽ പറ്റാത്ത അനാചാരങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ CD കാണിച്ചിട്ട് പറയും ഇതാണ് സുന്നികളെ ഏർപ്പാടെന്ന് പറയുന്നു. ഓ മൗലവി, പാവപ്പെട്ട ഞാനത് കേട്ടങ്ങള് പല മക്ബറകളിൽ നടക്കുന്ന അനാചാരങ്ങളെ ഞാൻ തന്നെ തിരുത്തിയിട്ടുണ്ടെന്നാണ് ആര് പറഞ്ഞത്? പേരോട് ഉസ്താദ് പറഞ്ഞത്. ശരി, ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല മക്ബറകളിലേക്ക് ഒന്ന് പോയോക്കി നിങ്ങൾ. ഈ പേരോട് ഉസ്താദ് പറഞ്ഞ പല അനാചാരങ്ങളിൽ ഏത് അനാചാരമാണ് നീക്കപ്പെട്ടിട്ടുള്ളത്? ഉള്ളാൽ തർഗയുടെ നേർച്ചയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം എടുത്ത് നോക്കി നിങ്ങൾ. പേരോട് ഉസ്താദ് AP വിഭാഗത്തിന്റെ അഭിമുഖീകരിച്ചുകൊണ്ട് ഈ വാദങ്ങൾ, ഇന്ന അനാചാരങ്ങൾ ഉണ്ട്, അതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ്, ഞാൻ എതിർത്തിട്ടുണ്ട് എന്ന് പറയാം. എങ്കിൽ എത്ര അനാചാരങ്ങൾ ഈ പറയപ്പെടുന്ന വിഷയത്തിൽ എതിർക്കപ്പെട്ടിട്ടുണ്ട്? കബറുകളുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യണില്ലേ, അതിനെ എതിർത്തു എന്നാ പേരോട് ഉസ്താദ് പറയണത്. മ്യൂസിക്കും കെട്ടും പാട്ടും എതിർക്കണമെന്നാണ് പേരോട് ഉസ്താദ് പറയുന്നത്. ശരി, ഓരോ നേർച്ചകൾ എടുത്ത് നോക്കി. ഇപ്പൊ നേരത്തെ കാണിച്ച ഒരു ആമുഖത്ത് കാണിച്ച വീഡിയോന്റെ ആ ഒരു വീഡിയോ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അതിൽ ആനന്റെ മേലിൽ നിന്നുള്ള പലതരത്തിലുള്ളത്, അതുപോലെ തന്നെ കെട്ടുകൾ, പാട്ടുകൾ, സ്ത്രീ പുരുഷ ഒരു കൂടിക്കലരുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അനാചാരങ്ങൾ. ഒരു ഭാഗത്ത് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇന്ന അനാചാരങ്ങളുടെ വിഷയത്തിൽ നിലപാടെന്ന് ചോദിച്ചാൽ എതിർക്കുകയും, അതേ സമയത്ത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരിക്കാൻ പറഞ്ഞാൽ വിശദീകരിക്കാതെ എല്ലാ ഇത്തരം തോന്നിവാസങ്ങളും കൊടി പിടിക്കുന്ന ഒരു രീതിയാണ് പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവർ ആണ്ട് നേർച്ച എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ഇസ്ലാമികപരമായ നേർച്ചയും യാതൊരു ബന്ധവുമില്ല എന്ന് സൂചിപ്പിക്കുക. ഒറ്റ കിതാബ് കൂടി വായിക്കുക. ഇത് അൽ ബാഇസ് വൽ ഇൻകാരിൽ ബിദ്അ എന്ന് പറയുന്ന 600-കളിൽ രചിക്കപ്പെട്ടിട്ടുള്ള ബിദ്അത്തുകളെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ്. അതിൽ പുതുതായി രൂപീകരിക്കപ്പെട്ട ഹറാമായ ബിദ്അത്തിന്റെ ഇനത്തിൽ അദ്ദേഹം എണ്ണുന്ന ഒരു കാര്യമുണ്ട്. ചില ആളുകൾ ചില സ്വപ്ന കഥകൾ വന്നുകൊണ്ട് പറയും. ആ സ്വപ്ന കഥകളിലൂടെ പല മനുഷ്യന്മാരും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ മഹത്വവൽക്കരിക്കപ്പെടും. അങ്ങനെ അവരുടെ ഒരു സ്വപ്ന കഥകളിൽ വരുന്ന കാര്യങ്ങൾ മക്ബറകളിൽ പോലും ഇവർ ചെയ്യും. അള്ളാന്റെ ഫർളുകളെയും സുന്നത്തുകളെയും ഈ പേരും പറഞ്ഞ് അവർ ഒഴിവാക്കും. അതിലൂടെ സാമീപ്യം കരസ്ഥമാക്കാൻ കഴിയുന്ന അവർ വിശ്വസിക്കുന്നത്. ആ സ്ഥലങ്ങൾക്ക് ഒരു പ്രത്യേക രൂപവും ഭാവവും പ്രത്യേകതയും ഒരു മഹത്വവും മനസ്സുകളിൽ തോന്നും. അവർ അവിടെ അതിനെ മഹത്വപ്പെടുത്തും. അവരുടെ രോഗങ്ങൾക്ക് അവർ ശിഫ പ്രതീക്ഷിക്കും. ആവശ്യങ്ങൾക്ക് ഒരു പൂർത്തീകരണം അവർ പ്രതീക്ഷിക്കും. അവിടെ നേർച്ച നേർന്നുകൊണ്ട് എന്ന് ഇതിനെ ഹറാമായ ബിദ്അത്തിന്റെ കൂട്ടത്തിൽ
ഹിജ്റ 600കളിൽ രചിക്കപ്പെട്ട അൽ ബാഇസ് എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹക്ക് മനസ്സിലാക്കുക. നേർച്ച എന്ന് പറഞ്ഞത് ഇസ്ലാമികപരമായ നേർച്ചയും ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആണ്ട് നേർച്ചകളൊന്നും പേരിൽ പറയാൻ സാമ്യതയുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ യാതൊരു സാമ്യതയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേർച്ചയുടെ പേരിൽ നടക്കുന്ന അനിസ്ലാമികതകൾ നിരന്തരം സമൂഹത്തിൽ കാണുമ്പോൾ, സമൂഹം അതിൻ്റെ പേരിൽ മാറി ചിന്തിക്കുമ്പോൾ, ചില ഉസ്താദുമാർ ഞങ്ങളതിനെ എതിർക്കുന്നു എന്ന് ന്യായം പറയുകയും, എന്നാൽ അവരുടെ തന്നെ മുഫ്തിമാരും അവരുടെ തന്നെ നേതൃത്വങ്ങളും ഒക്കെ ജാറങ്ങൾക്കും മക്ബറകൾക്കും മുന്നിൽ സുജൂദിൽ വീഴുന്നതും അത് തൊട്ടുമുത്തുന്നതൊക്കെ പലവരും ഞങ്ങൾ വീഡിയോ ദൃശ്യങ്ങളായി കാണിച്ചിട്ടുണ്ട് എന്ന അനുബന്ധം കൂടി ചേർക്കുകയാണ്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ ഖബറിന്റെ മുന്നിൽ മുത്തുന്നതും, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പ്രസംഗിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന വൈലത്തൂർ തങ്ങള് അദ്ദേഹം സുജൂദിൽ വീഴുന്നതും ഒക്കെ അത്തരം വീഡിയോ കൂടി ഇത്തരം ഉസ്താദുമാരുടെ പ്രസംഗത്തിന്റെ കൂടിട്ട് ആളുകളെ വിഷയം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ കിട്ടും എന്ന് കൂടി സാന്ദർഭികമായി പറയണം. അടുത്ത ചോദ്യകർത്താവിലേക്ക് ഒരാഴ്ച ആഡിംഗ് ഉണ്ട്, ആഡിംഗ് കഴിഞ്ഞിട്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നേരത്തെ നേർച്ചയുമായി ബന്ധപ്പെട്ട ഒരു മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചു. അതിലേക്ക് ചേർത്ത് മനസ്സിലാക്കേണ്ട ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമിയെ പോലുള്ളവരൊക്കെ ഉദ്ധരിക്കുന്ന ഇമാം അദ്റഈ റഹിമഹുല്ലാ ഹിജ്റ 783 വഫാത്തായ അദ്ദേഹം നേർച്ചയെ സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാട്ടിലുള്ള നേർച്ച എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഖബറുമായി ബന്ധപ്പെട്ട നേർച്ചയുടെ അനാചാരങ്ങൾ വിശദമായി, അതായത് മുജാഹിദുകൾ വഅദ് പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ, എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പേ ജീവിച്ച് ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞ ആ വാചകങ്ങൾ പ്രത്യേകിച്ച് ഈ സംസാരം കേൾക്കുന്ന ഉസ്താദുമാർ നിങ്ങളുടെ റഫറൻസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ്. ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഖബറുമായി ബന്ധപ്പെട്ട് ഖബറിലേക്ക് നേർച്ചയും വഖഫുകളും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അതിന്റെ പല വിശദാംശങ്ങളും പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, ഒരു മനുഷ്യൻ ഈ ഖബറിലേക്ക് നേർച്ച ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിച്ചാൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യമാണ് ഇന്ന് ധാരാളമായി നടക്കുന്നത്. എന്താണ്? മിൻ ഖുസൂദിൽ ആമ്മ തഅളീമൽ ബുഖഅതി വൽ മശ്ഹദി വസ്സാവിയതി ഔ തഅളീമ മൻ ദുഫിന ബിഹാ. ഈ പറയുന്ന ഖബറാളികൾ, ഖബറിലുള്ള വ്യക്തികൾ, അവർ മഹാനാവാം, അല്ലെങ്കിൽ ആ മഹാന്റെ പേരിൽ ചേർക്കപ്പെട്ട ഖബറാവാം, ആ മഹാന് വേണ്ടി മഹാൻ മറവ് ചെയ്യപ്പെടാതെ ബദലായി കുഴിച്ച ഖബറാവാം, എന്തോ ആവട്ടെ. ഈ മഹാനിലേക്ക് ചേർക്കപ്പെടുന്ന ഖബറിലേക്ക് സാധാരണക്കാരായ ആളുകൾ നേർച്ച ചെയ്യുമ്പോൾ ആ മനുഷ്യന്മാർ ഈ മഹാന്റെ പേരിൽ കെട്ടിപ്പണിത വല്ല മണ്ഡപവുമാവാം, അതല്ലെങ്കിൽ ഈ മഹാന്റെ പേരിലേക്ക് ചേർക്കപ്പെട്ടതായ അയാളും ഈ ഖബറും തമ്മിൽ ഒരു ബന്ധമുണ്ടാവൂല. ഇങ്ങനെയുള്ള നേർച്ചകൾ ഇത്തരത്തിലുള്ള ഈ മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കാൻ, അതാണ് തഅളീമൽ ബുഖഅ, ഈ പ്രദേശങ്ങളെ ആദരിക്കാൻ വേണ്ടി സാധാരണക്കാർ ചെയ്യുന്ന ഒരു നേർച്ചയുണ്ട്, വ്യാപകമായി കാണപ്പെടുന്ന നേർച്ചയുണ്ട്. ആ നേർച്ച ബാതിലുൻ ഗൈറു മുൻഅഖിദിൻ, അത് നടപ്പാവാൻ പാടില്ലാത്ത, നിഷ്ഫലമായ, പ്രതിഫലാർഹമല്ലാത്ത നേർച്ചയാണ്. കാരണം ഇത് ചെയ്യുമ്പോൾ അവരുടെ വിശ്വാസം, അവർക്ക് ഇത് ചെയ്യുമ്പോഴുള്ള വിശ്വാസം, അന്ന ലിഹാദിഹിൽ അമാകിനി ഖുസൂസിയാത്തിൻ ലിഅൻഫുസിഹാ, ഈ സ്ഥലങ്ങൾക്കൊക്കെ സ്വന്തം നിലക്ക് പ്രത്യേകതകളുണ്ട്, ഈ സ്ഥലങ്ങൾക്ക് മഹത്വമുണ്ട്, മഹാന്മാരുടെ ഖബറിന്റെ പരിസരത്തിന് പ്രത്യേകതയുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. മാത്രവുമല്ല അദ്ദേഹം വിശദീകരിക്കുന്നു, വയറൗന, അവർ മനസ്സിലാക്കുന്നത്, അന്നഹാ മിമ്മാ യുദ്ഫഉ ബിൽ ബലാ, ഈ പ്രദേശത്തേക്ക് നേർച്ച ചെയ്താൽ എന്റെ പരീക്ഷണങ്ങൾ, എനിക്ക് ബാധിക്കപ്പെട്ട പ്രയാസങ്ങൾ നീക്കപ്പെടും, വയുജ്റബു ബിഹിന്നമാ, എനിക്ക് വളർച്ചയുണ്ടാവും, വയുസ്തശ്ഫാ ബിന്നദിരി ലഹാ മിനൽ അദ്വാ, രോഗങ്ങളിൽ നിന്ന് ഇവിടേക്കുള്ള നേർച്ചയിലൂടെ ശമനം പ്രതീക്ഷിക്കാം. ഇതല്ലേ ഇന്ന് ഇവിടെ നടക്കുന്നത്?
ഈ പറയുന്ന വ്യക്തികൾക്ക് നേർച്ച നേരുമ്പം ആ മഹാൻ ആഖിറത്തിൽ ദറജ കൂടാനാണോ ആളുകൾ ആണ്ട് നേർച്ചക്ക് സംഭാവന ചെയ്യുന്നത്? അല്ല. ഈ മഹാന്മാരുടെ ഖബറിലേക്ക് നേർച്ച ചെയ്യാൻ ഇയാൾ ആലോചിക്കുന്നത് തന്നെ വീട്ടു പ്രശ്നം ഉണ്ടായാലാണ്. തന്റെ കുട്ടിക്ക് വിട്ടുമാറാത്ത രോഗം വന്നു, ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് ഇവൻ നേർച്ചയെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ ഇന്ന ആണ്ട് നേർച്ചക്ക് ക്ഷണിക്കപ്പെടുമ്പം അവിടേക്ക് ഇന്ന മഹാന്റെ പേരിൽ എന്റെ കുട്ടിയുടെ അസുഖം മാറിയാൽ ഞാൻ നേർച്ച നേരുമെന്ന് വിശ്വസിച്ചാൽ അത് മുഖേന കുഞ്ഞിന്റെ അസുഖം മാറുമെന്ന് മുസ്ലിയാക്കന്മാര് പ്രചരിപ്പിച്ചത് അടിസ്ഥാനത്തിലല്ലേ വ്യാപകമായ ആണ്ട് നേർച്ചകൾ നടക്കുന്നത്? അപ്പൊ ആ ലക്ഷ്യത്തോടെ നേർച്ച നേർന്ന അത് ബാത്തിലാണ് എന്നാണ് ഇമാം അദ്റഈ റഹിമഹുല്ലാഹ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാം, ഹത്താ അന്നഹും യൻദുറൂന ബിഅൽ അഹ്ജാരി ലമ്മാ ഖീല ഇന്നഹു ജലസ അലൈഹാ അവിസ്തനദ ഇലൈഹാ അബ്ദുൻ സാലിഹ്. ഏതോ മഹാൻ അവിടെ ഇരുന്നുകണ്, ഏതോ മഹാന്റെ പാദസ്പർശം ഏറ്റിട്ടുണ്ട്, അദ്ദേഹം അതിന്മേൽ കയറി നിസ്കരിച്ചുകണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പറയുന്ന കല്ലുകൾക്ക് ഇവർ നേർച്ച നേരുന്നു. മഹാന്റെ സ്പർശനമേറ്റു എന്നാണ് ചിലതിനൊക്കെ ഇവർ ബർക്കത്ത് കാണുന്നത്. എന്നിട്ട് അതിന് നേർച്ച നേരുക. എന്നിട്ടോ ചില ഖബറുകൾക്കൊക്കെ മെഴുകുതിരിയും വിളക്കും എണ്ണയും ഒക്കെ നേർച്ചയാക്കുന്നു. എന്നിട്ട് പറയും അൽ ഖബറുൽ ഫുലാനി അവിൽ മക്കാനുൽ ഫുലാനി യഖ്ബലു നദർ. ഇന്ന ഖബർ ഇന്ന മഹാന്റെ ഖബർ നേർച്ച സ്വീകരിക്കും. എങ്ങനെ നേർച്ച സ്വീകരിക്കാന്ന് പറഞ്ഞാൽ ഈ ആളുകൾ വിശ്വസിക്കാണ് എന്റെ നേർച്ച മഹാൻ സ്വീകരിക്കും, ഈ ഖബർ സ്വീകരിക്കും. എന്താണ് അതിലൂടെ അവർ ഉദ്ദേശിച്ചത്? യഅനൂന ബിദാലിക്, ഈ പറയുന്ന വിശ്വാസത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് അന്നഹു യഹ്സുലു ബിന്നദിരി അൽ ഖർദുൽ മഅ്മൂലു മിൻ ശിഫാഇ മരീദിൻ വഖുദൂമി ഗായിബിൻ. എന്റെ കാണാതെ പോയ കുടുംബക്കാരൻ, എനിക്ക് ബാധിച്ച രോഗം ഞാൻ ഈ നേർച്ച നേർന്ന് ഈ മഹാൻ സ്വീകരിക്കുന്നതിലൂടെ എന്റെ രോഗം മാറും, എനിക്ക് നഷ്ടപ്പെട്ട എന്റെ കുടുംബത്തെ തിരിച്ചു കിട്ടും എന്ന ആളുകൾ വിശ്വസിക്കുന്നു. വസലാമതി മാലിൻ, എന്റെ സമ്പത്തിന് സംരക്ഷണം ഉണ്ടാവും. ഞാൻ എനിക്ക് ലഭിച്ചാൽ നേർച്ചയാക്കാം എന്ന് പറയുന്ന തരത്തിലുള്ള നേർച്ച ഉണ്ടല്ലോ. എന്റെ രോഗം മാറിയാൽ, എന്റെ നഷ്ടപ്പെട്ട വ്യക്തി തിരിച്ചു വന്നാൽ, എന്റെ സമ്പാദ്യത്തിൽ ബറക്കത്ത് വന്നാൽ, എന്റെ ബിസിനസ് വിജയിച്ചാൽ ഞാൻ ഇന്ന ഖബറിനെ നേർച്ചയാക്കും എന്ന തരത്തിൽ നേർച്ച ഉണ്ടല്ലോ. ആ നേർച്ചയിൽ ഇവരിങ്ങനെ മെഴുകുതിരി കൊടുക്കും, വിളക്ക് കൊടുക്കും, ഈ പറയുന്ന രൂപത്തിലുള്ള എണ്ണ കൊടുക്കും. ഈ ഖബർ ഞാൻ ഇതൊക്കെ ചെയ്താൽ എനിക്ക് വിജയം പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഈ നിലക്ക് നടക്കുന്ന നേർച്ചകൾ അത് ബാത്തിലാണ്. അത് ഏത് ഖബറിന്റെ വിഷയത്തിലും. ഇത് ശാഫിഈ മദ്ഹബാണ്, മറ്റു മദ്ഹബ് നമ്മൾ കടന്നിട്ടില്ല. ശാഫിഈ മദ്ഹബിലെ പൗരാണിക പണ്ഡിതൻ ഇബ്നു ഹജറിൽ ഹൈതമിയാണല്ലോ ഈ കേരളത്തിലും അതുപോലെ കർണാടകയിലുമൊക്കെ ശാഫിഈ മദ്ഹബിന്റെ പ്രസിദ്ധമായ പ്രബലമായ അഭിപ്രായത്തെ വിലയിരുത്താൻ വേണ്ടി പണ്ഡിതന്മാർ മുസ്ലിയാക്കന്മാർ ഉദ്ധരിക്കുന്നത് അതേ ഇബ്നു ഹജറിൽ ഹൈതമി അദ്ദേഹത്തിന്റെ തുഹ്ഫയിലും അദ്ദേഹത്തിന്റെ ഫതാവകളിലുമൊക്കെ കാര്യമായി ഉദ്ധരിക്കുന്ന പണ്ഡിതൻ ഇമാം അദ്റഈ മിൻഹാജിന്റെ ശറഹിൽ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. എങ്കിൽ ഇതല്ലാത്ത എന്തിനാണ് ഇവിടുത്തെ ജാറങ്ങളിലേക്ക് നേർച്ച നേരുന്നത്? ഇതല്ലാത്ത എന്തെങ്കിലും ലക്ഷ്യത്തിന് മമ്പർത്ത തങ്ങൾക്ക് ആഖിറത്തിൽ ദറജയേറട്ടെ, അതിനുവേണ്ടി ഞാൻ മമ്പർ തങ്ങളുടെ പേരിൽ നേർച്ച നേരുന്നു എന്ന് പറഞ്ഞിട്ടൊരു നേർച്ച ഏതെങ്കിലും അനൗൺസ്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ടോ? പിന്നെന്താ, നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണം വേണോ? മക്കളില്ലാത്തവരുണ്ടോ? അതുപോലെ പിന്നെ രോഗങ്ങൾക്ക് നിങ്ങൾ എന്നും അടിമകളാണോ? നിങ്ങൾക്ക് മനോവിഷമമുണ്ടോ? ഭർത്താവ് വണക്കത്തിലാണോ? ഇന്ന മഹാൻ ഏറെയേറെ ഉത്തരം നൽകുന്ന മഹാനാണ്. നേർച്ച നേർന്നുകൊള്ളുക. നേർന്നതിന് ശേഷം ആഗ്രഹം സഫലീകൃതമായാൽ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി 100 യാസീൻ നേർച്ച നേരണം. ഇതല്ലേ ലക്ഷ്യം? അതിനെ കുറിച്ച് ഇമാമിങ്ങൾ പറഞ്ഞത് അത് ബാത്തിലാണ്. ലാ ശക്ക ഫീ ബൽ നദറു സൈതി വശംഇ വനഹ്വിഹിമാ ലിൽ ഖുബൂരി ബാതിലുൻ മുത്ലഖ. നിരുപാധികം ഈ നിലക്ക് ഖബറിന് വേണ്ടി എണ്ണയും മെഴുകുതിരിയും വിളക്കുമൊക്കെ നേർച്ച നേരുന്നത് നിരുപാധികം ബാത്തിലാണ്. ഇത് കഴിഞ്ഞിട്ടില്ല. ഞാൻ താൽക്കാലികമായി ഒരു കൂട്ടിച്ചേർക്കൽ എന്ന നിലക്കാണ് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നത്. ഇത് ഉസ്താദുമാർക്ക് റഫർ ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശാഫിഈ മദ്ഹബിൽ സൂഫി സമ്പാദിച്ചുകൊണ്ട്
ഈ പറയുന്ന പിൽക്കാലക്കാർ സൂഫിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഷാഫിഈ മദ്ഹബിനെ ദുരുപയോഗം ചെയ്ത് എഴുതിയ കിതാബുകളെ ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ, നിങ്ങളുടെ ഉസ്താദുമാര് പരിചയപ്പെടുത്തിയിട്ടുണ്ടാവുകയുള്ളൂ. എന്നാൽ അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും താബിഉകളും തബഉത്താബിഉകളും പഠിപ്പിച്ച യഥാർത്ഥ സലഫി ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഷാഫിഈ മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളെ വിശദീകരിച്ച പണ്ഡിതന്മാരും അപ്പുറത്തുണ്ട് എന്ന് നിങ്ങളുടെ റെഫറൻസുകളിൽ നിങ്ങൾ ചിന്തിക്കണം. അല്ലാതെ ഏകപക്ഷീയമായി മാത്രം റെഫർ ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഉസ്താദ്മാര് പറഞ്ഞെന്ന റെഫറൻസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എന്തേ കാണുള്ളൂ, ഈ ഖബറുകൾക്ക് നേർച്ച നേരാന്നും ഇന്ന് കാണുന്ന ആണ്ട് നേർച്ചയെ മുഴുവൻ സാധൂകരിക്കുന്ന ആധുനിക സൂഫി ഷാഫിഈകളെ നിങ്ങൾ കാണാം. പക്ഷെ ഒരു മാത്രമല്ല ഷാഫിഈ മദ്ഹബിന്റെ കാവലാളുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഷാഫിഈ മദ്ഹബിന്റെ അതുപോലെ മറ്റു മദ്ഹബുകളുടെയൊക്കെ ആധികാരികമായ പണ്ഡിതന്മാർ ഹദീസിന്റെ വെളിച്ചത്തിൽ അതിനോട് രാജിയാവാതെ, ഹദീസില്ലെങ്കിൽ അവിടെ ഞങ്ങളുടെ വക ഒന്നുമില്ല എന്ന് വാശി പിടിച്ച് സംസാരിക്കുന്ന സലഫിയത്തിന്റെ ഷാഫിഈ മദ്ഹബുകാരും പൗരാണികരിലും ആധുനികന്മാരിലും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഏകപക്ഷീയമായ റെഫറൻസിലാണ് ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് ഈ കണ്ട ആണ്ട് നേർച്ചക്കൊക്കെ ഞങ്ങളെ കിതാബിൽ തെളിവുണ്ട് എന്ന്. പക്ഷേ അതിനെ വിമർശന ബുദ്ധിയോടെ അതല്ലെങ്കിൽ നിരൂപണ ബുദ്ധിയോടെ എല്ലാ കിതാബും കണ്ടിട്ട് തീരുമാനമെടുക്കാം എന്ന ഒരു നിർബന്ധ ബുദ്ധിയിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് സലഫികൾ പറയുന്നതിന്റെ കിതാബിയായ രേഖയും നിങ്ങൾക്ക് മനസ്സിലാവും. ഹദീസിലേക്ക് മുട്ടിച്ചുകൊണ്ട് ആരാണ് വിശദീകരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ വ്യാപകമായി നമ്മളെ നാട്ടിൽ നടക്കുന്ന നേർച്ചയുടെ ആളിന്റെ ആധിക്യം രേഖയല്ല, അതിന് പണ്ഡിതന്മാർ, മാന്യന്മാരായ പണ്ഡിതന്മാർ തെളിവിന്റെ അടിസ്ഥാനത്തിൽ എതിർത്തിട്ടുണ്ട്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.